അങ്ങനെ ആ കവലയിൽ അങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആ വിൻഡോ മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അയാൾ സംസാരിക്കുന്നത് എൻ്റെ ഇവിടെയാണ് എൻ്റെ ജീവിതം കൈവിട്ടു പോയത്. അതിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് എന്താണ് ഏറ്റവും ബ്രില്യൻ പെർഫോമൻസുകൾ ഒന്ന് ആ രംഗമാണ്. കണ്ണാടി ആ സീനിൽ പ്രധാനമാണ്. ഇയാളെ തന്നെ നോക്കുകയാണ്, ഇയാളുടെ മാറ്റം ഇയാളെ നോക്കി ഇയാളെ തിരിച്ചറിയുകയാണ്. ശ്രീനാഥിൻ്റെ ക്യാരക്ടർ കയറി വരുമ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ മുറിവിലേക്ക് നോക്കിയിട്ട് എന്താണ് ഇത് എൻ്റെ കിരീടത്തിലെ തൂവലാണ് എന്ന് പറയുന്നത്. അയാൾക്കിനി ഒരു സാധാരണ ജീവിതമില്ല എന്ന അയാൾ ബോധ്യപ്പെടുകയാണ്, തീരുമാനം എടുക്കുകയാണ്. ഇനി എനിക്ക് ഒളിച്ചോടാനില്ല, ഐ ഹാവ് ടു സർവൈവ്, എനിക്ക് ജീവിച്ചേ പറ്റൂ, മുന്നോട്ട് പോയേ പറ്റൂ എന്ന് പറയുന്നൊരു തീരുമാനം. ആ തീരുമാനം എന്ന് പറയുന്നത് അയാൾ ഗുണ്ടയെങ്കിൽ ഗുണ്ട. സമാനമായൊരു രംഗമാണ് തനിയാവർത്തനത്തിൽ മമ്മൂട്ടിയുടെ കാലിലെ അവിടെ കിടന്നൊരു ചങ്ങല അഴിച്ചിട്ട് തിലകൻ ചേട്ടൻ മാവിൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഇത് മാറ്റി അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഇവനെ ഇനി അതിൽ പൂട്ടണ്ട എന്ന് തീരുമാനിക്കുമ്പോഴത്തേക്കും ഇയാൾ കാലൊന്ന് നീട്ടി വെക്കുന്നുണ്ട്. അവിടെയും അയാൾ തീരുമാനിക്കുക എനിക്കിനി ഭ്രാന്തനല്ലാത്തൊരു എക്സിസ്റ്റൻസ് ഇല്ല. ആ രണ്ട് സിനിമകളും ഇത് തന്നെയാണ്. സമൂഹം ഒരാളെ ഭ്രാന്തനായിട്ട് ഒരാളെ കൊണ്ട് രോഹിയുടെ എഴുത്തിൻ്റെ മാജിക്കുകളാണ്.